എന്താ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? കൊറേ നേരം ആയില്ല. ചേച്ചി ഞങ്ങള് ഭയങ്കര കൺഫ്യൂഷനിലാ. എന്ത് കൺഫ്യൂഷൻ? അതെ, ഞങ്ങൾ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഇറങ്ങിയതാ. കാശിരവില്ലാത്ത ഒരു എന്റർടൈൻമെന്റ് ഐഡിയ വേണം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മാരക ഐഡിയയും ചേച്ചിയുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. വെറുതെ അവരെ ചോദ്യം ചെയ്ത സമയങ്ങളുണ്ട്, നമുക്ക് സിനിമയ്ക്ക് പോവാം. അതെന്താടാ നിനക്കൊരു പുച്ഛം? ചേച്ചി അത് മൈൻഡ് ചെയ്യണ്ട, അവന്റെ ട്രേഡ് മാർക്ക് ഈ പുച്ഛം. ചേച്ചി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയും. അതെ, നമ്മൾ മൈൻഡ് റിലാക്സ് ചെയ്യാനാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. അതെ. അതാണ് ബിസിനസ്സുകാരുടെ സമയവും. അവർ ഈ സാധനങ്ങളൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന കാശ് ഉണ്ടാക്കാനാ അല്ലേ? നമ്മൾ ഇതൊന്നും അറിയാണ്ട് കുറെ കാശും പൊടിച്ചോണ്ട് വരും. പിന്നെ ആലോചിക്കുമ്പോഴാണ് വിചാരിക്കണേ ഇതിനല്ലല്ലോ നമ്മൾ പോയെന്ന്. അല്ലേ? എന്താ വെച്ചാൽ അങ്ങനെ പറയണേ? ബിസിനസ്സുകാർക്ക് ജീവിക്കണ്ടേ? ഡാഡാ, നീ ആദ്യം ഒരു നല്ല ബിസിനസ്സുകാരനാവും, എന്നിട്ട് മതി ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ. ചേച്ചി അതല്ല, എന്താ അറിയോ, ഇപ്പോൾ ഒരു 9 to 5 ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാണ് ബോറടിക്കുന്നതിനെ മനസ്സിലാക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്കിഷ്ടമുള്ള ജോലി ഞങ്ങളുടെ സൗകര്യത്തിന് ചെയ്തിട്ട് ബോറടിക്കാന്ന് വെച്ചാൽ എന്തൊരു കഷ്ടമാണത്. എന്റെ രാഹുൽ ദ്രാവിഡെ, നിനക്കൊക്കെ എപ്പോ വേണമെങ്കിലും ഫ്രീ ആവാം. തീരം ജോലി ചെയ്യുന്നവരുടെ കാര്യം അങ്ങനെയല്ല. കഷ്ടം. അവർക്ക് ഈ ജോലി സമയം കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയത്താണ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ അവർക്ക് ബോറടിക്കാൻ എവിടെ സമയം? മനസ്സിലായ? പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരു ലൈഫാണ് എല്ലാരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ടെന്താ, കുറെ പൈസ മേടിച്ചാലാണ് എന്റർടൈൻമെന്റ് കിട്ടുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ തലമുറയുടെ ധാരണ. ശരിയല്ലേ? അതാണ് നിങ്ങളുടെ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ പൈസ ഒന്നും ചിലവില്ലാതെ കൊച്ചിയിൽ നല്ല എന്റർടൈൻമെന്റ് കിട്ടുന്ന ഒരു ഐഡിയ ചേച്ചി പറ. ധനനഷ്ടമില്ലെങ്കിൽ മാനഹാനിയെങ്കിലും ഉണ്ടോ? അതെ, നമ്മുടെ വീടിന്റെ പുറകിൽ ഒരു കായലില്ലേ, അതിന് നിങ്ങൾക്ക് അവിടെ പോയി ഇരുന്നൂടെ? എന്തിന്? അവിടെ എന്തൊരു കാറ്റാണെന്ന് അറിയാമോ? കാറ്റ്. വേണമെങ്കിൽ ഫിഷിംഗ് നടത്താം. ഫിഷിംഗ് സൂപ്പർ ഐഡിയ. എനിക്ക് പിന്നെ മീനുകളിൽ നിന്ന് പോലും കഥാപാത്രങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. അപ്പൊ ഫിഷിംഗ് ഫിക്സ്ഡ്. അടിപൊളി, സൂപ്പർ ഐഡിയ ചേച്ചി. ഇതുപോലൊരു ഐഡിയ ആണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ പറയാത്തത്? ഉദ്ദേശിച്ചെന്നല്ല പറഞ്ഞല്ലോ. താങ്ക് യു ചേച്ചി. അല്ല, നിങ്ങൾക്ക് ഫിഷിംഗ് അറിയോ? ഫിഷിംഗ് സിമ്പിൾ അല്ലേ? അതെ, നല്ല മീൻ വല്ലതും കിട്ടിയാ കൊണ്ടു തന്നേക്ക്, ഞാൻ ശരിയാക്കി തരാം. ഷുവർ. ഷുവർ. അപ്പൊ ഗൈസ് ഗെറ്റ് റെഡി, വി ആർ ഗോയിങ് ഫോർ ഫിഷിംഗ്. അവി വാ, നമുക്കൊരു സെൽഫി എടുക്കാം. വാ. കൊള്ളാലേ? അവി, നീ നെക്സ്റ്റ് എന്താ പരിപാടി? നല്ല ഉറക്കം തന്നെ, നമുക്ക് വീട്ടിൽ പോയാലോ? അത് നീ കൊറേ ഫുഡ് കഴിച്ചിട്ടാ, നിനക്ക് ബോറടിക്കണ്ടല്ലേ? അതല്ല, ഞാനിതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിനക്ക് ബോറടിക്കണ്ടോ? പിന്നെ ബോറടിക്കാണ്ടിരിക്കാൻ നീ ചത്ത പോലെയല്ലേ നടക്കണേ? ആഹാ, എന്നാ വാ, നല്ല എനർജിയിൽ അടക്കാം. അയ്യോ വേണ്ട, ഞാൻ നിന്റെ ഉറക്കം പോവാൻ വേണ്ടി പറഞ്ഞതാ. എന്റെ കാല് കഴിച്ചിട്ട് വയ്യ. എന്നിപ്പോ എന്താ ചെയ്യണ്ടേ? വീട്ടിൽ പോണം? വീട്ടിൽ പോണ്ട, നമുക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക. മതി, ഇരുന്നാ മതി. ബാ. ആക്ച്വലി ഇപ്പോഴത്തെ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയൊക്കെ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോവുക, പിന്നെ കുറേ കാശ് പൊട്ടിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുക, കഴിഞ്ഞ്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കൂടെ ഒരു അടിപൊളി കപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കൊന്നുമില്ല. നീയല്ലേ പറഞ്ഞു ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന്, എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല, കൊറേ നേരം കഴിയുമ്പോ കുറച്ച് ബോറടിക്കൂലോ. അവരെ 3 നേരം മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവരെ മിസ്സൊന്നും ആവണില്ല, നമ്മൾ ഈവനിങ് കാണൂലോ. 3 എവിടെയെങ്കിലും ബോറടിച്ചിരിപ്പുണ്ടോ? നോക്ക്, അവര് തകർക്കാണ്. എടാ ഭീകരന്മാരെ, ഇവരടിച്ചു പൊളിച്ചല്ല. എടാ നമുക്ക് അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയാലോ? ആക്ച്വലി നമ്മൾ കാലത്ത് ചാടിപ്പോന്നതല്ലേ, ഇപ്പൊ അങ്ങോട്ട് ഓടിച്ചെന്നാൽ ശരിയാവോ? ശരിയാണ്, അവരുടെ ഒപ്പം പോയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ആക്ച്വലി അവർക്ക് നമ്മുടെ കൂടെ വരണം, എന്നിട്ട് തകർക്കണം എന്ന് തോന്നണം. അതിനൊരു പ്ലാൻ ചെയ്യണം. ഈ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് എന്ത് പ്ലാൻ ചെയ്യാനാണ്? അതൊക്കെ നടക്കും. ഇവിടെ കുറച്ചു നേരം ഇരുന്ന് മെല്ലെ പ്ലാൻ ചെയ്തൊക്കെ പോയാൽ മതി. മെല്ലെ എന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് മെല്ലെ ആയിക്കോട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ പ്ലാൻ. നീ നന്നായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതിൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നീ ആലോചിക്കാതിരിക്കരുതേ. ഓ ശരി മാഷേ. ഇതിപ്പോ കൊറേ നേരമായല്ലോ, ഒരു മീനിനെ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവനല്ലേ ഫിഷിംഗ് അറിയാന്ന് പറഞ്ഞത്? ആദ്യം ഇവനൊന്നിനെ പിടിച്ച് കാണിക്കട്ടെ. ഞാൻ ആ ഭാഗത്തായിട്ട് വലിയൊരു മീനിനെ നോക്കി വെച്ചിട്ടുണ്ട്. ചെറുതൊന്നും ഞാൻ പിടിക്കില്ല.
ദേ രണ്ടാളോടും കൂടി ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് പറയാം. ഇത്ര നേരമായിട്ട് ഒരു മീനെ പോലും പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാട്ടാ. മീൻ ഞാൻ പിടിക്കും. അപ്പോൾ അവന് DIG സംഭവമാണ്. DIG പോലെ ചൂണ്ടിടണം, മീൻ പിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അങ്ങനെ എന്തായാലും പറയില്ല. അത് കാരണം നീ പിടിക്കാതിരിക്കണ്ട. പിടിച്ചോ. എന്നാ ഓക്കെ. DIG ഈ വാശിക്ക് ഒരു വലിയ മീനെ പിടിച്ചോണ്ട് കാണിച്ചു കൊടുക്ക്, ഞങ്ങൾ ഞെട്ടട്ടെ. ഞെട്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ. ഇതൊരു വെയിൽ. കുറച്ച് നേരം കൂടി ഞാൻ നോക്കും. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി മതിയാക്കും. വെയിൽ കൊണ്ടൊരു വഴിക്കായി. അത് മാത്രല്ല ഒച്ചയും ബഹളൊന്നും ഇല്ലാണ്ട് ഒരു രസമില്ല. നീയല്ലേ നേരത്തെ പറഞ്ഞ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ശാന്തത എന്നൊക്കെ. എന്താണെങ്കിലും കുറച്ച് നേരമൊക്കെ ഓക്കെ. ഇപ്പോൾ കുറേ ആയി, മടുത്ത്. ഞാൻ നിങ്ങൾക്കെന്ത് തോന്നുന്ന രീതി പറയായിരുന്നാണ്. എൻ്റെ കഴുത്തൊക്കെ ചെറുതായി വേദനിച്ചു തുടങ്ങി. പിന്നെ ഒരു ചൂണ്ട കംപ്ലൈൻ്റ് ആണ്. ചൂണ്ടയ്ക്ക് എന്താ പറ്റിയേ? എനിക്ക് മീൻ കിട്ടുന്നില്ല, സാധാരണ ചൂണ്ട കംപ്ലൈൻ്റ് ആയിരിക്കും. ഛേ, ഈ ഫിഷിങ് ഇത്രയ്ക്ക് ബോറടിക്കണ പരിപാടിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ, അടുത്ത ആൾ. ഫിഷിങ് ബോറടിക്കുന്ന പരിപാടിയായിട്ടൊന്നുമല്ല. നമുക്ക് ഈ പരിപാടി മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് വിശക്കുന്നുണ്ട്. ആ പ്രീച്ചേച്ചി ഒറ്റൊരാളാണ് ഇതിനൊക്കെ കാരണം. മര്യാദയ്ക്ക് വല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറും വിശന്ന്. അത് ശരിയാട്ടാ, അവരെപ്പോഴും അവിടെ അടിച്ചു പൊളിക്കുണ്ടാവും. അല്ല, നമ്മളും ഫോട്ടോ എടുത്ത് എന്തോ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ അവസ്ഥ എന്താണ്? ആ, അതിന് നല്ല ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വി ആർ അറ്റ് ഹെവൻലി പ്ലേസ്, ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ, അൺവൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട പോസ്റ്റിന് നല്ല കമന്റ്സും വരുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ നമ്മൾ മീൻ പോലും കിട്ടാതെ വെയിലും കൊണ്ട് ബോറടിച്ചിരിക്കുകയാണെന്ന്. എനിക്ക് തോന്നുന്നതേ ഈ കായലിലെ മീനൊക്കെ ഏതോ കല്യാണത്തിനെങ്ങാനും പോയിരിക്കുകയാണ്. ഡേയ് നീയേ ഈ കമ്പ് കുറച്ച് നേരം പിടിക്കുമോ? എൻ്റെ പെടലി വല്ലാണ്ട് വേദനിക്കുന്നു. എന്നിട്ട് വേണം എന്റെ പെടല് തിരിയാൻ. നീ ആ സാം ഇരിക്കണ നോക്കിയേ, എത്ര നേരയോ ഒരേ ഇരിപ്പിരിക്കണ്. കണ്ട, ഇതൊക്കെ കണ്ടു പഠിക്ക്. നടുവിന് വല്ല പിടുത്തമുണ്ട്. ഇവിടെ നിന്ന് എഴുന്നേറ്റ വെട്ടുമല്ലോ എന്ന് കരുതിയിരിക്കണം. നമുക്ക് തിരിച്ചു പോയാലോ? അതെ, അതായിരിക്കും നല്ലത്. ഇനി ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ആദ്യം ഇവിടെ ഇരുന്ന് കരിയാതെ നമുക്ക് സ്ഥലം വിട്ടാലോ? പക്ഷേ നമ്മൾ ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ ഇട്ട സ്ഥിതിക്ക് ഒരു മീനെ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ നാണക്കേടല്ലേ? അതിനൊരു വഴിയുണ്ട്. ആ, നമ്മൾ പോണ വഴിക്ക് ഒരു മീൻകാരന്റെ അടുത്ത് കയറി 2 മീനെ വാങ്ങിച്ച് ചൂണ്ടയിലിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിലിടാം. അടിപൊളി. അതൊക്കെ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അതൊക്കെ കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് മനസ്സിലാവും. സാധാരണക്കാരന് അങ്ങനെ കഴിവൊന്നുമില്ല. എന്നാ ശരി. അല്ല, ഇതിപ്പോൾ എന്തായാലും പാളി. അടുത്ത പ്ലാൻ എന്താണ്? അതെങ്കിലും ബോറിംഗ് അല്ലാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ ഒരു ഐഡിയ പറയാം. എന്താണോ പറയട്ടെ?